വയനാട്ടിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന CPMന്റെ വായ അടപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം ഉയർത്തി കോൺഗ്രസിനെ പൂട്ടാമെന്ന ചിന്തയിലാണ് CPM നിന്നത്. എന്നാൽ സർക്കാരിന് മുട്ടൻ പണി നൽകി ഇതാ കോൺഗ്രസിന്റെ വീട് വയനാട്ടിൽ ഉയരുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ പദ്ധതിയുടെ ഒന്നാം ഘട്ട സ്ഥലമെടുപ്പ് 13ഓടെ പൂർത്തിയാക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക് അറിയിച്ചതോടെ CPM ആണ് വെട്ടിലായിരിക്കുന്നത്. ഒന്നാം ഘട്ടമായി 3.24 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുകയെന്നും രജിസ്ട്രേഷന്റെ ഭാഗമായുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ദുരന്ത ബാധിതർക്കായി പാർട്ടി പ്രഖ്യാപിച്ച 100 വീടുകൾ ഉറപ്പായും നൽകുമെന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട്. കർണാടക സർക്കാർ 100 വീടുകൾക്കായി 20 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. രാഹുൽ ഗാന്ധിയാണ് കർണാടക സർക്കാർ 100 വീടുകൾക്കുള്ള തുക നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ഉരുൾ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ പണമാണ്. ആ പണം ഉപയോഗിച്ച് നടത്തുന്ന ഭവന പദ്ധതി ഒരു പാർട്ടിയുടെ പദ്ധതി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് തരംതാണ രാഷ്ട്രീയമാണ്. ടി സിദ്ദിഖ് MLA ദുരന്ത ബാധിതരായ 136 കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റെടുത്തതെന്ന് ഐസക് പറയുന്നുണ്ട്. ഭവന പദ്ധതിക്കായി 2 സ്ഥലം കൂടി നോക്കിയിട്ടുണ്ട്. അതും കൂടി ലഭ്യമാകുന്നതോടെ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമെന്നും കോൺഗ്രസ് പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതിയിൽ CPMന് ആവലാതി വേണ്ടെന്നും DCC പ്രസിഡന്റ് പറഞ്ഞതോടെ CPM വാലും പൊക്കി ഓടിയെന്നും പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തറക്കല്ലിടൽ ഉൾപ്പെടെ നടക്കും. മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. നിയമപരമായി തടസ്സങ്ങളില്ലാത്ത ഭൂമി കണ്ടെത്തുന്നതിന്റെ പ്രയാസമാണ് ഉണ്ടായത്. തോട്ടഭൂമിയിൽ വീട് നിർമ്മാണമാവാമെന്ന് സമ്മതിച്ചാൽ എത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കാമായിരുന്നു. നിലവിൽ കോൺഗ്രസ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ പോകുന്ന സ്ഥലത്തിന് അത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊന്നുമില്ലെന്ന് DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് പദ്ധതിയിലേക്ക് കടക്കുമ്പോഴും CPM വിമർശനം കടുപ്പിക്കുന്നുണ്ട്. ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക എന്തു ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ടി സിദ്ദിഖ് MLAയും ഉത്തരം നൽകണമെന്നാണ് LDF വയനാട് ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ഇപ്പോൾ ടൗൺഷിപ്പിന്റെ പേരിൽ നുണപ്രചാരണം നടത്തുകയാണ്. UDFന്റെ ചെലവിലാണ് വീടുകൾ നിർമ്മിക്കുന്നതെന്നാണ് ടി സിദ്ദിഖ് MLA പ്രസ്താവിച്ചത്. കർണാടക സർക്കാർ 10 കോടി നൽകിയിട്ടുണ്ടെന്നും ഇതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടെന്നാണ് അവകാശവാദം. ആന്ധ്ര സർക്കാർ 10 കോടിയും തമിഴ്നാടും രാജസ്ഥാനും 5 കോടി വീതവും നൽകിയിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണോ എന്ന് കർണാടക സർക്കാർ നൽകിയ പണം രാഹുൽ ഗാന്ധിയുടേതാണെന്ന് പറയുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 മാർച്ച് 27 മുഖ്യമന്ത്രി ടൗൺഷിപ്പ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം 2026 ജനുവരി 7 മാത്രമാണ് ടി സിദ്ദിഖ് ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. ടൗൺഷിപ്പിലെ 300 വീടുകൾ UDF ആണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും CPM ആരോപിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വീടിന്റെ നിർമ്മാണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നതെന്ന് കാണാൻ സാധിക്കും.